ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ട ബജിയല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ബജിയാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒരു 5 കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ആ ഒരു മഞ്ഞ ഭാഗത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ മുട്ട ബജി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മുട്ടയുടെ പീസ് ഡയറക്റ്റ് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുകയാണ്. ഒരു ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ടമഞ്ഞ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. വേറെ കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല, ഇത്രയും മതി. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി മൈദ ഞാൻ ഒരേ അളവിലാണ് ചേർക്കുന്നത് കേട്ടോ. 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി, അതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പൊടിയിൽ മാത്രമായിട്ടും ചെയ്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും പകുതിയായിട്ട് എടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഈ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില, അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബജിയുടെ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെയാണ്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കലക്കിയെടുക്കുക കേട്ടോ. നല്ല നമുക്ക് മുട്ടയുടെ ആ ഒരു പീസ് മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അതിൽ പിടിക്കുള്ളൂ. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ഒലിച്ച് ഇതാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ കലക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കലക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് കുറേശ്ശെ എടുത്തിട്ട് മുട്ടയുടെ ഈ പീസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ചെടുത്തിട്ട് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ വെക്കുക കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു മുട്ടയുടെ ഫുള്ളായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ആ ഒരു ബാലൻസ് വരാത്ത രീതിയിൽ എല്ലാ പീസിലേക്കും ആക്കിയിട്ട് ഒന്ന് ഉരുട്ടി വെക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ മുട്ടയുടെ മഞ്ഞ അതിലുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ബൈൻഡായി നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാ പീസും ഞാൻ അതുപോലെ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒക്കെ നമുക്ക് ഒന്നിച്ച് തന്നെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ബജിയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പീസും നമുക്കിതുപോലെ തന്നെ ചെയ്ത് വെക്കാം. ഇപ്പോൾ കൂടുതലായിട്ട് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നെ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. മുട്ടയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസുകളും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് നന്നായിട്ട് തന്നെ ഇതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നല്ല ചൂടായ ഓയിലിട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലിലാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയിൽ വേണേലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ
ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഓയിലിന് കോരി മാറ്റാം. പ്രത്യേകിച്ച് ഉൾഭാഗം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുട്ടയൊക്കെ നമ്മൾ ബോയിൽ ചെയ്താണ്. അപ്പോൾ പുറം ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം കുറച്ച് സോഫ്റ്റായി പോവും. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നല്ല മൊരിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ബാക്കിയുള്ളവ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടി പിടിച്ചാൽ തിരിച്ചിടുന്ന സമയത്തൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.